കതിർഗാമ എന്ന് പറയുന്ന സ്ഥലമാണത്. അപ്പോൾ ബോഗർ മഹർഷി വെച്ച മുരുകയന്ത്രമാണ് അവിടുത്തെ പ്രതിഷ്ഠ. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. കൊല്ലത്തിലൊരിക്കലും നമുക്ക് അത് വെളിയിലെടുത്തിട്ട് ആനപ്പുറത്ത് ആഘോഷപൂർവ്വം ചുറ്റി വരും. ഭയങ്കര മിസ്റ്റിക് പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കതിർഗാമ. ഭഗവാനെ ബോഗർനാഥ മഹർഷി സഞ്ചരിച്ച് എല്ലാ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര സ്പിരിച്വലായിട്ടും പുറലോകമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ കുറവുള്ള ഫുള്ള് ഉള്ളിലേക്ക് നോക്കുന്ന കുറെ ആൾക്കാരെയാണ് നമ്മൾ ഇത്ര സ്ഥലങ്ങളിൽ കാണുക. എന്തായാലും എന്താ പറയാ, ഒരിക്കലും പോകേണ്ട സ്ഥലമാണ്. ഇന്ന് നമ്മളോടൊപ്പം പുണ്യത്തിലുള്ളത് LMRKയുടെ സ്വന്തം രജിജിയാണ്. രജിജി നമസ്തേ. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഇങ്ങനെ കേട്ടു, നമ്മുടെ ഒരു ശ്രീലങ്കയിലെ ഒരു അമ്പലത്തിൽ രചി പോയി ഒരു അനുഭവത്തെ പറ്റി. അപ്പോൾ അവിടെ കുറേ പഴക്കമുള്ളൊരു അധികം ആർക്കും അറിയില്ല. ഈവൻ ഞാനും ആ കാര്യം ഇങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഇത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ശ്രീലങ്കയിൽ ഒരു കുറേ പഴക്കമുള്ള മുരുകൻ്റെ ഒരു അമ്പലം ഉണ്ട്. അവിടെ പോയപ്പോൾ ഉള്ളൊരു അനുഭവം. കതിർഗാമ എന്ന് പറയുന്ന സ്ഥലമാണത്. അത് ശ്രീലങ്കയിൽ നമ്മൾ കൊളംബോ ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട്. ആ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പഴനിമലയിൽ നവപാഷാണ വിഗ്രഹം എന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രതിഷ്ഠിച്ചതും ബോഗർനാഥർ സിദ്ധരാണ്. ആ ബോഗർനാഥ സിദ്ധർ എന്ന് പറഞ്ഞാൽ 18 സിദ്ധന്മാരിൽ ഒരാളാണ്. നമ്മൾ 18 സിദ്ധന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 18 സിദ്ധന്മാരിൽ 16 പേരും തമിഴ് ബേസാണ്, 2 പേരും ഉത്തരേന്ത്യയിലുള്ളൂ. ഒരാളിപ്പോൾ ഗോരഖനാഥർ എന്ന് കേട്ടിട്ടുണ്ടാവും. ആ പരമ്പരയിലാണ് നമ്മുടെ യോഗി ആദിത്യനാഥ്. അപ്പോൾ ആ 18 സിദ്ധന്മാരിൽ 16 പേരും തമിഴാണ്. അപ്പോൾ ബോഗർനാഥ സിദ്ധരുടെ ഗുരുവിൻ്റെ പേര് കാലങ്കിനാഥർ സിദ്ധർന്നാണ്. അദ്ദേഹത്തെ ശിഷ്യൻ്റെ പേര് പുലിപ്പാണി സിദ്ധർന്ന. അപ്പോൾ ആ ഒരു സിദ്ധർ ട്രഡീഷൻ തമിഴ് സംസ്കാരമായിട്ട് വളരെ ബന്ധങ്ങളാണ്. അപ്പോൾ ബോഗർനാഥ സിദ്ധർ വേറൊരു പഴനിമല വിഗ്രഹം പ്രതിഷ്ഠിച്ച പോലെ കൊടൈക്കനാലിൽ പൂമ്പാറ എന്ന സ്ഥലത്ത് ദശപാഷാണം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് എത്ര ആൾക്കാർക്ക് അറിയുന്ന അറിയില്ല. ദശപാഷാണം എന്ന് പറഞ്ഞ ഒരു, അതായത് 10 പാഷാണം, ഇത് 9 നവപാഷാണമല്ല, അത് 10, അത് വെച്ചിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പൂമ്പാറ എന്ന സ്ഥലത്താണ് മുരുകക്ഷേത്രം ഉള്ളത്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും സഞ്ചാരപ്രിയനാണ്. അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോഗർ 7000 എന്ന് പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം അതിൽ ആയുർവേദത്തിനെ കുറിച്ചിട്ടും സിദ്ധ സയൻസിനെ കുറിച്ചിട്ടും മറ്റേ ഇത് നമ്മൾ ആൽക്കമിസ്റ്റ്, അദ്ദേഹം നല്ലൊരു ആൽക്കമിസ്റ്റ് ആയിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം പോയ സ്ഥലമാണ് ശ്രീലങ്കയിലെ കതിർഗാമ. അദ്ദേഹം അവിടെ മുരുകൻ്റെ ഒരു യന്ത്രം പ്രതിഷ്ഠിക്കണം. ഒരു യന്ത്രമാണ് അവിടെ പ്രതിഷ്ഠയായിട്ട് വെച്ചത്. ആ യന്ത്രം ഒരു പെട്ടിലുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ബോഗർ മഹർഷി വെച്ച മുരുകയന്ത്രമാണ് അവിടുത്തെ പ്രതിഷ്ഠ. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. കൊല്ലത്തിലൊരിക്കലും നമുക്ക് അത് വെളിയിലെടുത്തിട്ട് ആനപ്പുറത്ത് ആഘോഷപൂർവ്വം ചുറ്റി വരും. അല്ലാത്ത സമയത്തൊക്കെ ശ്രീകോവിൽ ഒരു തിരശ്ശീല ഇട്ടിട്ട് മൂടിയിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് ആ തിരശ്ശീല അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ച് വരിക എന്ന് മാത്രമേ ഉള്ളൂ. 6 മണിയാകുമ്പോൾ അവിടെ ഒരു ദീപാരാധന നടക്കും. അതൊരു ഗംഭീര അനുഭവമാണ്. ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ വന്ന് അവർ ദീപാരാധന നടത്തും. അപ്പോൾ ആ അമ്പലത്തിൻ്റെ ചുറ്റും വേറെ ഇപ്പോൾ കതിർഗാമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു ഗുഹയ്ക്കുള്ളിൽ ഈ അമ്പലത്തേക്ക് എത്താവുന്ന ഒരു സ്ഥലത്ത് വേറൊരു ചെറിയ ക്ഷേത്രമുണ്ട്. ഇതൊക്കെ കണക്റ്റഡാണ്. ഈ കണക്റ്റഡ് എല്ലാ സ്ഥലങ്ങളും സിദ്ധന്മാരായിട്ട് കണക്റ്റഡാണ്. ബോഗർ മഹർഷിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഭയങ്കര മിസ്റ്റിക് പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കതിർഗാമ. അത് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയും, അതൊരു വേറൊരു എന്താ പറയുക എനർജി ഫീൽഡാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ വെച്ചിട്ടാണ് ഗുരു ബാബാജി, അദ്ദേഹം ബോഗർനാഥർ ശിഷ്യനാണത്. ഇവർ 2 ബോഗർ മഹർഷിയുടെയും ഗുരു ബാബാജിയുടെയും വിഗ്രഹം അവിടെയുണ്ട്. അപ്പോൾ ഗുരു ബാബാജി അത് ഡിബേറ്റബിളാണ്. ഇപ്പോൾ വേറെ കുറേ പേര് അത് അംഗീകരിച്ചില്ല. പക്ഷെ തമിഴ് ട്രഡീഷൻ പ്രകാരം ഗുരു ബാബാജി ജനിച്ചത് പറങ്കിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പറങ്കിപ്പേട്ട എന്ന് പറയുന്നത് ചിദംബരം ക്ഷേത്രത്തിൽ നിന്ന് 14 കിലോമീറ്റർ അപ്പുറമാണ്. പക്ഷെ ഒരു വലിയൊരു വിഭാഗം ബാബാജി ഭക്തർ അത് അംഗീകരിക്കുന്നില്ല. അതേ പ്രത്യേകിച്ച് അത് കാരണം YSS നോർത്ത് ഇന്ത്യൻ കണക്ഷൻ അവർ അംഗീകരിക്കില്ല. പക്ഷെ തമിഴ് ട്രഡീഷണൽ രാമയ്യ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇതെന്ന് വരുന്ന വിഭാഗങ്ങളാണ് അങ്ങനെ പറയണത്. അപ്പോൾ ആ പറങ്കിപ്പേട്ടയിൽ നിന്ന് അദ്ദേഹം ബാബാജിയെ തേടി കതിർഗാമയിലെത്തുകയും ബോഗർ മഹർഷി അദ്ദേഹത്തിന് ശിഷ്യനെ സ്വീകരിച്ച് പിന്നെ ആ ഹിമാലയത്തേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് ആ ഒരു ട്രഡീഷണൽ സ്റ്റോറി. പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഈ കതിർഗാമ ക്ഷേത്രത്തിനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ട് തീർച്ചയായും പോകണം. തീർച്ചയായും പോകാൻ പറ്റുന്ന ആൾക്കാർ എന്തായാലും പോകേണ്ട ഒരു പോയി അവിടെ ഒരു ദിവസമൊക്കെ ഇരുന്ന്
പ്രാർത്ഥിച്ച് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഈ അധികം കേട്ടുകേൾവി ഇല്ലാത്ത ഈ ഒരു അമ്പലത്തില് രജിജി എങ്ങനെ ഇതിനെപ്പറ്റി അറിയണതും ഒരു ആ യാത്രാനുഭവം എങ്ങനെയാണ്? എൻ്റെ സ്പിരിച്വൽ യാത്രയുടെ തുടക്ക സമയത്ത് ഭഗവാൻ എന്നെ ഭോഗനാഥ മഹർഷി സഞ്ചരിച്ച് എല്ലാ വഴിയിലൂടെ സഞ്ചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഴനിയുടെ അടുത്ത് കന്നിവാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരു 50 കിലോമീറ്റർ പഴനിയിൽ നിന്ന് ദിണ്ടിക്കൽ പോണ വഴിയിൽ. അവിടെ ഒരു മലയുണ്ട്. ആ മലയിലാണ് ഭോഗർ മഹർഷി നവപാഷാണ കൂട്ട് മിക്സ് ചെയ്തൊരു സ്ഥലം എന്നുള്ള ഐതിഹ്യം. 50 കിലോമീറ്ററോളം അവിടെ പോകുന്ന നമ്മൾ ആ മല കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ശിവന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, ഭോഗർ മഹർഷിയുടെ പ്രതിഷ്ഠയുണ്ട്. ശരിക്കും റൂറൽ ഭയങ്കര ഉള്ളിൽ പോയിട്ടുള്ള സ്ഥലമാണ്. അധികം ആൾക്കാരൊന്നും വരില്ല. അങ്ങനെ അത് ഈ സിദ്ധ ട്രഡീഷനൊക്കെ അന്വേഷിച്ച് നടക്കണവരും അതിനോട് ഉള്ള ആൾക്കാർ മാത്രം ഇത്ര സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുള്ളൂ. ഞാൻ അങ്ങനെ കുറേ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരും അങ്ങനത്തെ ആവും. കുറേ താടിമുടിയൊക്കെ വെച്ച് ഭയങ്കര സ്പിരിച്വലായിട്ടും പുറലോകമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ കുറവുള്ള ഫുള്ള് ഉള്ളിലേക്ക് നോക്കുന്ന കുറേ ആൾക്കാരെയാണ് നമ്മൾ ഇത്ര സ്ഥലങ്ങളിൽ കാണുക. അവർ വന്ന് അവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്, ഭോഗർ മഹർഷി സഞ്ചരിച്ചത്. പിന്നെ പൂമ്പാറ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ ഇനി ഒരു സ്ഥലം പറയുകയാണെങ്കിൽ മധുരയിൽ നിന്ന് ഉള്ളിലേക്ക് കുറേ ഉള്ളിൽ പോയ മൊട്ടമല എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ ഒരു ഫുള്ള് ഒരു മരം പോലും ഇല്ലാത്ത വലിയൊരു മല. മധുരയുടെ കുറേ ഉള്ളിൽ പോകണം. കുറേ ഉള്ളിൽ പോയി ഒരു ഗ്രാമത്തിലാണ് മല. ആ മലയുടെ മുകളിൽ ഭോഗർ മഹർഷി തപസ് ചെയ്തതാണ്. കാലകനാഥർ തപസ് ചെയ്ത അത് ഒരു ഗുഹയുണ്ട്, 2 വലിയ ഗുഹയുണ്ട്, ഒരു വലിയൊരു കുളമുണ്ട്. അവിടെ ഈ പാഷാണത്തിൽ ചെയ്ത ശിവലിംഗമുണ്ട്. അവിടെ ഇതേപോലത്തെ ഒരു എന്താ പറയുക അധികം ആൾക്കാർ വരാത്ത എന്നാൽ സ്പിരിച്വലായിട്ട് ഹൈ ഇതിലാണ് ഉള്ളത്. അതേപോലെ പർവ്വതമല എന്ന് പറഞ്ഞൊരു മല, അത് തിരുവണ്ണാമലയിൽ 42 കിലോമീറ്റർ അകലെയാണ് അത്. അപ്പൊ തിരുവണ്ണാമല ആൾക്കാരെത്തും. തിരുവണ്ണാമല സ്പിരിച്വലില് ഭയങ്കര സ്ഥലമാണ്. പക്ഷെ ഈ പർവ്വതമലയ്ക്ക് അത്രയും ആൾക്കാർ എത്താറില്ല. പക്ഷെ അവിടെ ഈ മഹർഷി തപസ് ചെയ്ത സ്ഥലമാണ്. പക്ഷെ ആ മല കയറണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാം, ഒരു നമ്മൾ കാണുമ്പോൾ എന്താ ജീവൻ പോകും. ആ ലെവലാ. അവസാനത്തെ ഒരു 2.5 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 2007 പോയേ. ഇപ്പൊക്കെ കുറച്ചും കൂടെയൊക്കെ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ആ വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മളെ ആ മലയിലെത്തി മുകളിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ 1-2 നായ്ക്കൾ വരും. നമ്മളെവിടെ ഇരിക്കണോ ആ നായ്ക്കൾ അവിടെ ഇരിക്കും. ഉപദ്രവിക്കൊന്നുമില്ല. ബിസ്ക്കറ്റൊക്കെ ഇട്ടെടുത്ത് കഴിക്കും. അവസാനത്തെ 2.5 കിലോമീറ്റർ മുകളിലേക്കില്ല, അതുവരെ എത്തിയിട്ട് അത് തിരിച്ചു പോകും. അവർ പറയണത് ആ മലയുടെ കാവൽ ആൾക്കാർ, അതായത് അവിടെ കാലഭൈരവനാണ് കാവൽ, അതുമായിട്ട് നായ്ക്കളാണെന്നാണ്. പക്ഷെ നമ്മുടെ അനുഭവം കറക്റ്റാണ്. ആ സാധനം അങ്ങനെ സഞ്ചരിച്ച കൂട്ടത്തിൽ എത്തിപ്പെടുകയാണ് ഞാൻ കതിർഗാമയിൽ. അങ്ങനെ യാത്രയിൽ എത്തിപ്പെട്ട സ്ഥലമാണ് കതിർഗാമ. 2007 പോയിട്ട് അതിന് ശേഷം എനിക്ക് തോന്നുന്നു 2017 ആ സമയത്ത് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തോട്ടം മുമ്പിലാണ് ഭയങ്കരമായിട്ട്, കാരണം അന്ന് LTTക്കാരുടെ ഭയങ്കര പ്രശ്നം നടക്കുന്ന സമയം. അത് ശ്രീലങ്കയിൽ LTTയും ഗവൺമെന്റും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. നമ്മള് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് ആ അന്തരീക്ഷത്തിൽ മാറ്റം അറിയാം. ഫുൾ സെക്യൂരിറ്റി. അതിന് കുറച്ച് നാൾ മുമ്പാണ് എയർപോർട്ട് ആക്രമിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർ ഫ്ലൈറ്റിൽ വന്നിട്ട് ഒരു ഫ്ലൈറ്റൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ്. ഭയങ്കര ചെക്കിങ് ആയിരുന്നു. അതിന് പുറത്തിറങ്ങി നമ്മൾ കൊളംബോ നഗരം വിടണ വരെ എന്താ പറയുക, ഓരോ പാലെത്തുമ്പോഴും നമ്മൾ ചെക്കിങ് മാത്രമല്ല, പാലം നടന്നു പോകണം. വണ്ടി തനിയെ വിടുള്ളൂ. ഫുൾ ചെക്കിങ് ആയിരുന്നു. പക്ഷെ കൊളംബോ നഗരം വിട്ടപ്പോൾ കുറേയൊക്കെ അത് കുറഞ്ഞു. കാരണം പിന്നെ ഉള്ളിൽ ഒരുപാട് ഒരു കാട് പ്രദേശമാണ് കതിർഗാമ. അപ്പൊ ആദ്യം ഞങ്ങൾ ചെല്ലുമ്പോൾ രഞ്ജിത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തും കൂടിയിട്ടാണ് പോണത്, ബഹ്റിനിലുള്ളത്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലം, എനിക്ക് ഭഗവാൻ പറഞ്ഞ സ്ഥലം, എനിക്ക് മെയിൻ അമ്പലത്തിലെത്തി. പക്ഷെ ഞാൻ കണ്ട സ്ഥലം ഇതല്ല, ഭഗവാൻ പറഞ്ഞ സ്ഥലം ഇതല്ല. ഈ സ്ഥലത്തിന്റെ അടയാളം വെച്ച് ചോദിക്കുമ്പോൾ അവിടെ ഒരാൾക്കും അറിയണില്ല. ഞങ്ങൾ ചോദിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്, അറിയണേ ഇല്ല. അവസാനം ഒരു പൂജാരി വന്നു, അത് ഉത്തരേന്ത്യക്കാരനായി പൂജാരി. അദ്ദേഹത്തിനോട് ചോദിച്ച് അങ്ങനെ സ്ഥലം കണ്ടെത്തി. ഞങ്ങൾ ഏകദേശം ഇരുട്ടാവണ സമയത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിപ്പെടുന്നത്, ഒരു ഗുഹയുടെ അവിടെ എത്തിപ്പെടാം. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇന്ന് പോയാൽ പോലും എനിക്കത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അന്ന് എങ്ങനെ ഞങ്ങൾ എത്തിയെന്ന് അറിയില്ല, ഭഗവാൻ കൊണ്ട് എത്തിക്കാന്ന് അറിയില്ല. അങ്ങനെ എത്തിച്ച് പ്രാർത്ഥിച്ചു. അവിടെ കുറേ നേരം അമ്പലത്തിലിരുന്നു. എന്നിട്ടാണ് ഞങ്ങളുടെ തിരിച്ചു വരുന്നത്. പക്ഷെ അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധന്മാരുടെ ഇതിലുള്ളത് ഭോഗർ സിദ്ധർ വെച്ച മുരുകഭവാന്റെ യന്ത്രം, അത് നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടാക്കിയ സ്ഥലമാണ്. പിന്നീട് പോയത് 2017 അത് പോയി. അത് ഞാൻ അപ്പോൾ ഈ സ്ഥലത്ത് പോയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ശ്രീലങ്ക എത്തിയപ്പോൾ
വൈഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പെട്ടെന്ന് പോയി വരേണ്ടി വന്നു ഒരു വണ്ടി എടുത്ത്. അപ്പം എൻ്റെ കുളമ്പലത്തെ ഒരാൾ, അന്ന് എനിക്ക് കുറച്ച് ആൾക്കാർ പരിചയമുണ്ട്, ആദ്യത്തോട്ട് ആരെയും പരിചയമില്ല. അവരുടെ ഒരു വണ്ടിയിൽ അവർക്കും പെട്ടെന്ന് തിരിച്ചു വരണമെന്നു. അപ്പം മെയിൻ അമ്പലത്തിൽ മാത്രം തൊഴുതിട്ട് തിരിച്ചു വരെ ചെയ്തത്. ഇവിടെ പോയില്ല. അവിടെ എത്തണമായിരുന്നു, അവിടെ ഭഗവാന്റെ ഡയറക്ഷനാണ് അവിടെ എത്തിയത്. അവിടെ വേറെ എന്തെങ്കിലും നമ്മൾ ചെന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല ഒരു അത്ഭുതം തോന്നിയ തരത്തിലോ? അല്ല, അവിടുത്തെ എനർജിയാണ്. പിന്നെ മറ്റേ ദീപാരാധന, അത് രണ്ടും മറക്കാൻ പറ്റാത്ത. പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ ചെല്ലണതിന് കുറച്ച് ദിവസം മുമ്പ് LTT-കാർ വന്നിരുന്നു എന്നുള്ള കഥകളൊക്കെ കേട്ടു. അപ്പം അത്തരത്തിലൊരു എനിക്ക് തോന്നുന്നു പോവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് എന്തായാലും എന്താ പറയാ, ഒരിക്കലും പോകേണ്ട സ്ഥലം. ഇപ്പൊ പോകുമ്പോ കതിർകാമ അമ്പലത്തിൽ പിന്നെ ഈ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിപ്പെടെ ഇപ്പോഴും ഗൂഗിള് സെർച്ച് ചെയ്ത കിട്ടില്ല. ഒരു ഉൾവിളി തന്നെ. എന്നാലും അങ്ങനെയും കൂടെ പറ്റട്ടെ അല്ലേ? അതെ, അല്ല എത്തിപ്പെട്ട ആൾക്കാരെ എത്തിപ്പെടും. ഉൾവിളി ഉള്ളവര്. അപ്പോൾ രജിജി ഒരുപാട് നന്ദി നമ്മുടെ കൂടെ ഇത്രയും നേരം ചിലവഴിച്ചതിന്. നമ്മുടെ പ്രേക്ഷകരോടും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിലെ ഉടനീളം ഉണ്ടാവട്ടെ. സന്തോഷം. ഇത്തരത്തിലുള്ള നമ്മുടെ രജിജിയുടെ ഒരുപാട് യാത്രാനുഭവങ്ങളുണ്ട്, ഭക്തി നിർഭരമായിട്ടുള്ള കുറേ നിമിഷങ്ങളുണ്ട്. ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിലും നമ്മുടെ പുണ്യം ചാനലിൽ നമ്മളോടൊപ്പം ഇതൊക്കെ പങ്കുവയ്ക്കാനായി രജിജി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ കേൾക്കാനായി റെഡി ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കാനും ഭഗവാന്റെ അടുത്തേക്ക് മാനസികമായി നമ്മൾ യാത്ര ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ നല്ലൊരു ദിവസം.